ഡിവൈൻ ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയം എന്ന ഒരു രഹസ്യമാണ്. സങ്കീർത്തനങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ക്രിസ്തു രഹസ്യമാണ് നമ്മൾ. ഈശോ തന്നെ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 44-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം 45-ൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് ഈ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ മനുഷ്യരുടെ മനസ്സ് തുറന്നത്. അന്നുവരെ ഈ സങ്കീർത്തനങ്ങളെല്ലാം ഇസ്രായേൽക്കാർ എന്നും പാടിയിരുന്നു, ഇപ്പോഴും പാടുന്നുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ക്രിസ്തു രഹസ്യം ആർക്കും വെളിപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും ആലപിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കുറേ കൂടി ആഴമായ ബോധ്യത്തിൽ ആ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകൾക്ക് വലിയ അർത്ഥവും വ്യാപ്തിയും ശക്തിയും മനസ്സിലാകുന്നത്. സ്നേഹമുള്ളവരെ, ഞാനൊരു കാലത്ത് കുറേ ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുള്ളതാണ്. എൻ്റെ പേര് തോമസ് പോൾ, ബ്രദർ തോമസ് പോൾ എന്നൊക്കെ പറയും. ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലെ ആരംഭം മുതൽ ഇവിടെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ, കുരിശിൽ നിന്ന് ഞാൻ സ്വരം കേട്ടു, വിശുദ്ധി വിശുദ്ധി, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇപ്പോഴും എല്ലാവരും പാടുന്നുണ്ട്. ഒരു 40ഓളം ഗാനങ്ങൾ അങ്ങനെ എഴുതി. അതിനുശേഷം അടുത്തൊരു കാസറ്റ് ഇറക്കണം, അതിനുവേണ്ടി പാട്ട് എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ്, നീ ഇനി പാട്ടൊന്നും എഴുതണ്ട. അത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ? എല്ലാവരും നമ്മുടെ പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കണം, ഒരുപാട് പേര് പാടുന്നു. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ 150ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ പാടാത്തേ? പെട്ടെന്ന് കാര്യം മനസ്സിലായി. അതായത് 150 സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അപ്പം അന്ന് സങ്കീർത്തനങ്ങൾ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പാടുന്നല്ലാണ്ട് നമ്മൾ ധ്യാനത്തിനോ ശുശ്രൂഷകൾക്കൊന്നും അങ്ങനെ സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് പാടാറില്ലായിരുന്നു. അതിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ലായിരുന്നു, അതിനെക്കുറിച്ച് പഠിപ്പിക്കാറില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ പശ്ചാത്താപം ഉണ്ടായി. ഞാൻ സാഷ്ടാംഗം വീണ് അനുതപിച്ച് ക്ഷമ ചോദിച്ചു. ഇനിമേലിൽ ഞാൻ പാട്ട് എഴുതുകയേയില്ല. കർത്താവ് എഴുതിയിട്ടുള്ള പാട്ടുകൾക്ക് ഈണം കൊടുത്ത് പാടണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ കൂടെയുള്ള ഗായക സംഘത്തെ എല്ലാം വിളിച്ചു കൂട്ടി ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. പല ഭാഗവതന്മാരായ സംഗീതജ്ഞന്മാരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതങ്ങനെ തന്നെ പാട്ടാക്കാൻ പറ്റില്ല, കുറച്ച് വാക്കുകൾ മാറ്റണം. പക്ഷേ കർത്താവ് പറഞ്ഞു, അങ്ങനെ തന്നെ അത് ഗാനമാക്കാൻ പറ്റും. അങ്ങനെ ഒരക്ഷരം പോലും മാറ്റാതെ അതിന് മനോഹരമായ ഈണം കൊടുത്ത് 150 സങ്കീർത്തനങ്ങൾക്കും പാട്ടാക്കി ഞങ്ങളിങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ പാടുമ്പോഴാണ് ഇതിൻ്റെ മാധുര്യവും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളും മനസ്സിലായത്.
അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈശോയും മാതാവും ഔസേപ്പിതാവുമെല്ലാം ഈശോയുടെ ബാല്യകാലത്തിൽ മുതൽ ഈശോ എന്നും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനത്തിൽ 164-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ഓരോ ദിവസവും ഇസ്രായേൽക്കാർ 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആ 7 യാമങ്ങളിലും അവർ പ്രാർത്ഥിച്ചിരുന്നത് സങ്കീർത്തനങ്ങളാണ്. അങ്ങനെയാണ് യാമപ്രാർത്ഥനകൾ ഉണ്ടായത്. ഇന്ന് നമ്മുടെ സഭയിലും ഉള്ള യാമപ്രാർത്ഥനകളെല്ലാം അത്രയ്ക്ക് പൗരാണികമായ ഒരു പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ്. അത് യേശുവിൻ്റെ തന്നെ പ്രാർത്ഥനയായിരുന്നു. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിനോട് വലിയ സ്നേഹം തോന്നുന്നത്. ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഈശോ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ പ്രത്യേകിച്ച് 7 യാമങ്ങളിൽ, 7 യാമം തുടങ്ങുന്നത് വെളുപ്പിന് 3 മണി, പിന്നെ 6 മണി, 9 മണി, 12 മണി, 4 യാമങ്ങൾ, പിന്നെ 3 മണി, 6 മണി, 9 മണി, ഇങ്ങനെയാണ് 7 യാമങ്ങൾ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ദാവീദിൻ്റെ കാലം മുതൽ മിശിഹായുടെ ആഗമനം വരെ, ഇത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പാരഗ്രാഫ് 2585 2585 പറയുകയാണ്, ദാവീദിൻ്റെ കാലം മുതൽ മിശിഹായുടെ ആഗമനം വരെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥനാരൂപങ്ങൾ അവരവർക്ക് വേണ്ടിയും മറ്റവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളെ കൂടുതൽ ആഴപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെ സങ്കീർത്തനങ്ങൾ ക്രമേണ സങ്കീർത്തനമാലയുടെ അഥവാ സ്തുതിപ്പുകളുടെ 5 പുസ്തകങ്ങളായി സമാഹരിക്കപ്പെട്ടു. അവയാണ് പഴയ നിയമത്തിലെ പ്രാർത്ഥനയുടെ സർവോത്കൃഷ്ടരൂപം. പ്രാർത്ഥനയുടെ സർവോത്കൃഷ്ടരൂപം 304-ാമത്തെ ഖണ്ഡികയിൽ, കാറ്റഗിസത്തിൽ 304-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ കർത്താവായ പരിശുദ്ധാത്മാവ് ഉപഹേതുക്കളൊന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റേതായി അവതരിപ്പിക്കുന്നത്. ഇതൊരു പ്രാചീന സംസാര രീതിയല്ല, പ്രത്യുത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരവും അനിഷേധ്യ കർത്തൃത്വവും അനുസ്മരിപ്പിക്കുവാനും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുവാനുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു രീതി തന്നെയാണ്. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. പ്രസ്തുത ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന. ഇനിയും ഇതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. എങ്കിലും ഒരു വാക്യം, ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവും ക്രിസ്തുവും നമ്മളിൽ പ്രവർത്തിക്കുന്നു. 2557 ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം.
ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഒന്നുകൂടി അവസാനം പറഞ്ഞത് പറയാം. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. എന്താണ് രണ്ട്? ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനവും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത് ആത്മാവ് തന്നെയാണ്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന മറ്റൊരു ഉപാധി, ഈ സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനം സഭാപിതാക്കന്മാർ, അതിൽ പ്രത്യേകിച്ച് അഗ്രഗണ്യനായ വിശുദ്ധ അഗസ്തീനോസ് 150 സങ്കീർത്തനങ്ങളെയും കുറിച്ച് അപഗ്രഥിച്ച് വിവരണം, വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പറയുന്നത് എക്സ്പോസിഷൻ ഓൺ ദ സാംസ് എന്ന് പറഞ്ഞാണ് അത് അറിയപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്ത്, ഒരു പുസ്തകമാണിത്, എക്സ്പോസിഷൻ ഓഫ് ദ സാംസ് ബൈ സെൻറ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. അത് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുണ്ടെങ്കിലും മലയാളത്തിൽ അതിനെ തർജ്ജമ ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളത് തർജ്ജമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ പുസ്തക രൂപത്തിലൊന്നും തൽക്കാലം കിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്, ഇംഗ്ലീഷ് തന്നെ. അതിൽ നിന്നും മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിനെ ആ സെയിൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് എഴുതിയിരിക്കുന്നതിനെ ഞാൻ വീണ്ടും വിവരിക്കുകയാണ് മനസ്സിലാവുന്ന മാതിരി. അപ്പം അങ്ങനെ നമ്മൾ ഈ പരമ്പരയിൽ സാധിക്കുന്നിടത്തോളം സങ്കീർത്തനങ്ങളെ പഠിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാം സങ്കീർത്തനം തന്നെയാണ് ആദ്യം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇത് അല്പം ഗഹനമാണ്, എങ്കിലും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ആനന്ദമാണ്. സങ്കീർത്തനങ്ങളോട് വലിയ ഒരു പ്രേമം നമുക്കുണ്ടാകും. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേര് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയം എന്നാണ്. സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയം. അപ്പോൾ ഒന്നാം സങ്കീർത്തനം തന്നെ നമുക്ക് തുടങ്ങാം. ഒരുപാട് അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാതെ നേരെ സങ്കീർത്തനത്തിലേക്ക് കടക്കാം. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ തന്നെ ശീർഷകം 2 മാർഗങ്ങൾ എന്നാണ്. ഇത് POC ബൈബിളിലെ, ഇപ്പോൾ POC ബൈബിൾ പുതുക്കി, പക്ഷേ ഇത് പുതുക്കിയ വേർഷനല്ല, അതിൻ്റെ പുതുക്കുന്നതിന് മുമ്പുള്ള വേർഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. പുതുക്കിയപ്പോൾ ചില വാക്കുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 മാർഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സങ്കീർത്തനം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. കണ്ടോ, ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. 3-ാമത്തെ വാക്യം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. തുടർന്ന് നമുക്ക് ഈ സങ്കീർത്തനം മുഴുവൻ കേൾക്കാം. ദുഷ്ടരിങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിരു പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും
കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഇതിൻ്റെ അവസാനം ഒരു നശിക്കുന്ന പോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. അത് അവിടെ നമ്മൾ നിർത്തരുത്. തുടർന്നുള്ള സങ്കീർത്തനത്തിൽ ഇതിൻ്റെ മറ്റൊരു വശമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അവസാനം പറയുന്നത് കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ്. അപ്പോൾ ഇവിടെയും ഈ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന രഹസ്യം നമ്മളിപ്പോൾ പഠിക്കുകയാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ആരാണ് ആ ചെയ്യാത്തവൻ? ചെയ്യാത്തവൻ ഈശോ മിശിഹായാണ്. ചെയ്തവനോ? ചെയ്തവൻ ആദമാണ്. അപ്പോൾ ഈ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം ഇതിലടങ്ങിയിരിക്കുന്നത് ആദത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിക്കാം. അതിൻ്റെ മലയാളം പരിഭാഷയാണ്. ദുഷ്ടരുടെ ഉപദേശമനുസരിച്ച് വഴിമാറിപ്പോകാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവായ മനുഷ്യനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആണ് ഇതെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ മനുഷ്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ദുഷ്ടരുടെ ഉപദേശമനുസരിച്ച് വഴിതെറ്റി പോകാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഭൂമിയുടെ മനുഷ്യൻ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാൻ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ട ഭാര്യയോട് സമ്മതം മൂളിയ ഭൂമിയുടെ മനുഷ്യൻ ചെയ്തതുപോലെ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അതാരാണ് ഭൂമിയുടെ മനുഷ്യൻ എന്ന് പറയുന്നത്? അത് ആദമാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നത്? ഭൂമിയുടെ മനുഷ്യൻ. ആദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭൂമിയിൽ നിന്ന്, പൂഴിയിൽ നിന്നുണ്ടായവൻ എന്നാണ്. ബൈബിളിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഫുട് നോട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്, മനുഷ്യൻ, ആദം എന്നാണ് ഹീബ്രു മൂലം. വ്യക്തിനാമമായും മനുഷ്യൻ, മനുഷ്യവർഗം എന്നീ അർത്ഥങ്ങളിലും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. 2-ാമത്തെ പേജിൽ വീണ്ടും പറയുന്നു, ആദമ. ഹീബ്രു മൂലത്തിൽ പൂഴിക്ക്, മണ്ണിന് ആദമ എന്നും മനുഷ്യന് പൂഴിയിൽ നിന്നുള്ളവൻ എന്നർത്ഥം വരാവുന്ന ആദം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദം എന്നതൊരു ഹീബ്രു പദമാണ്. അത് ആദമ, അതായത് പൂഴിയിൽ നിന്നെന്ന ഹീബ്രു പദത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നത്, ഭൂമിയുടെ മനുഷ്യൻ. അപ്പോൾ നമ്മൾ ആദം ഭൂമിയുടെ മനുഷ്യനാണെങ്കിൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങിയവരാണ്. അതാണ്. ഈ രണ്ട് വ്യക്തിയാണ് മനുഷ്യവംശത്തെ മുഴുവനും നയിക്കുന്നത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളത്. ആദമുണ്ട് നമ്മളിൽ, അതേസമയം യേശു ക്രിസ്തു ഉണ്ട് നമ്മളിൽ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ചെയ്യാത്തവൻ ക്രിസ്തു, ചെയ്തവൻ ആദം. അതാണ് രണ്ട് മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ വിശദീകരിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഭൂമിയുടെ മനുഷ്യൻ, അതായത് ആദം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാൻ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ട ഭാര്യയോട് സമ്മതം മൂളിയ ഭൂമിയുടെ മനുഷ്യൻ ചെയ്തതുപോലെ ചെയ്യാത്തവൻ, അതാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ. അപ്പോൾ അവിടെ ദുഷ്ടൻ എന്ന് പറയുന്നത് പിശാചാണ്. ആ പിശാചിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഭാര്യ, ആ ഭാര്യയാൽ അല്ലെങ്കിൽ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട ഹവ്വ, ആ ഹവ്വയുടെ ഉപദേശം സ്വീകരിച്ച ആദം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ. കണ്ടോ, ഉപദേശം സ്വീകരിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയും പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കും. ഇതിൻ്റെ എല്ലാ അർത്ഥം നമ്മൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അതാരാണ്? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ യേശുവിൻ്റെ ജീവിതം പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവനും, പാപികളെപ്പോലെ ജനിച്ചത് വഴി അങ്ങനെ ചെയ്യാത്തവൻ, പാപികളെപ്പോലെ ജനിച്ചത് വഴി, പാപികളെപ്പോലെയാണ് യേശു ക്രിസ്തു ജനിച്ചതെങ്കിലും പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവരാണ്. പാപികളെപ്പോലെ ജനിച്ചത് വഴി അങ്ങനെ ചെയ്യാത്തവൻ. എന്നാൽ അവിടെ നിന്നില്ല. എന്തെന്നാൽ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ അവിടുത്തെ പിടിച്ചു നിർത്തിയില്ല. പകർച്ചവ്യാധിയുടെ പീഠത്തിലിരിക്കാത്തവൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ പകർച്ചവ്യാധി എന്നെല്ലാം പറയുന്നത് ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ ഈ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ഇതെല്ലാം പറയുന്നതിന് ഒരു വാക്ക് പകർച്ചവ്യാധി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മളിപ്പോൾ ദുഷ്ടത ഒരാളോട് പറഞ്ഞു, അവനത് വേറൊരാളോട് പറഞ്ഞു, അവനത് മറ്റൊരാളോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കാണ് ഈ പകർച്ചവ്യാധി എന്ന് പറയുന്നത്. പകർച്ചവ്യാധിയുടെ പീഠമെന്ന് നന്നായി കരുതിയിരിക്കുന്നു. എന്നാൽ അവിടെ ഭരിക്കാനുള്ള താല്പര്യത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയും മാനുഷിക മഹത്വത്തിനു വേണ്ടി ദാഹിക്കുകയും ചെയ്യാത്ത ഒരുവനുമില്ല. എന്തെന്നാൽ പകർച്ചവ്യാധി എങ്ങും വ്യാപിക്കുന്ന ഒരു രോഗം പോലെയാണ്. അത് എല്ലാവരെയും അല്ലെങ്കിൽ മിക്കവരെയും ബാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാത്തവൻ. ഇനി എന്താണ് ആ യേശുവിൻ്റെ പ്രത്യേകത? അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അവൻ വചനം മാംസമായവനാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമമാണ്. നിയമം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ ജ്ഞാനം, അതിനാണ് ഇവിടെ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് വചനം. ആ വചനത്തിലാണ്, നിയമത്തിലാണ്. അവനോ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കേട്ടോ, രാവും പകലും. അപ്പം അങ്ങനെ രാവും പകലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും ആ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുകയും ആ ജ്ഞാനത്തിൽ ജീവിക്കുകയും വയ്ക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു. അങ്ങനെയുള്ള വ്യക്തി എന്തായിരിക്കും? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. നമ്മുടെ ജീവിതവും ഇങ്ങനെ ആക്കാം. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മളിൽ നിന്നും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് എന്താണ്? രാവും പകലും ദൈവവചനം ധ്യാനിക്കാം. ഇപ്പോൾ ഇവിടെ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ നോക്കി,
എല്ലാ സ്റ്റേജുകളിലും പകൽ മുഴുവനും, അതോടൊപ്പം രാത്രി പ്രാർത്ഥനകളുമായിട്ട് രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു യേശുക്രിസ്തുവിൻ്റെ ജീവിതമായി മാറുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം? നീർച്ചാലിനരികെ നട്ടതും. നീർച്ചാലിനരികെ നട്ട വൃക്ഷത്തിൻ്റെ ഇല ഒരിക്കലും കൊഴിയില്ല. അതെപ്പോഴും നല്ല ജ്വലിച്ച് നിൽക്കും, പൂവുണ്ടാവും, കായുണ്ടാവും, കൃത്യസമയത്ത് ഫലം പുറപ്പെടുവിക്കും. സ്നേഹമുള്ളവരെ, ഇനി നമ്മളിതിൻ്റെ വിശദാംശത്തിലേക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ക്രിസ്താനുഭവം സങ്കീർത്തനങ്ങളിലൂടെ ആ ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ ഒന്നിച്ചുകൊണ്ട് രാവും പകലും വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കാതെ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെ മറ്റൊരു ക്രിസ്തുവായിട്ട് നമുക്ക് ജീവിക്കാം. എന്നോട് കൃപയുണ്ടാകണമേ, 57-ാം സങ്കീർത്തനം. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. നമുക്ക് അങ്ങനെ സങ്കീർത്തനങ്ങളിലുള്ള ഈ ക്രിസ്തു വിജ്ഞാനീയം പഠിച്ച് ക്രിസ്തുവിനെ പോലെയാകാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ആശംസകൾ. അങ്ങനെ ഇനി മുതൽ നമ്മൾ സങ്കീർത്തനങ്ങളിൽ ധ്യാനിച്ച് അതിലുള്ള ക്രിസ്തുവിൻ്റെ ജ്ഞാനം പകരാം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.